CPM-ന്റെ സംസ്ഥാന സമ്മേളനം നടക്കുന്ന കൊല്ലത്തെ റോഡുകളും അതുപോലെ തന്നെ ആ പരിസര പ്രദേശങ്ങളെല്ലാം തന്നെ ചുവന്ന തോരണങ്ങൾ കൊണ്ടും ഫ്ലക്സുകൾ കൊണ്ടും നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഹൈക്കോടതിയുടെ ഒരു പ്രധാനപ്പെട്ട വിധി ഉണ്ടായിരുന്നു. ഈ റോഡിലും പൊതുസ്ഥലങ്ങളിലും ഒന്നും ഫ്ലക്സ് വെക്കാൻ പാടില്ല, തോരണങ്ങൾ കെട്ടാൻ പാടില്ല, ജനങ്ങളുടെ ഈ പറയുന്ന യാത്രാ അവകാശം അതുപോലെ തന്നെ അവരെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യരുത് എന്ന് ഹൈക്കോടതി വളരെ കർശനമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ്റെ ആ ഒരു വിധിന്യായം ഒരുപാട് മാറ്റങ്ങൾ കേരളത്തിൽ സൃഷ്ടിക്കുകയും ഒരുപാട് നേതാക്കന്മാർ അവിടെ ഹൈക്കോടതിയിൽ പോയി ഹാജരാവേണ്ട അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയിരുന്നു. ഇപ്പോൾ CPM-ന്റെ ഈ സമ്മേളനത്തോടനുബന്ധിച്ച് വീണ്ടും ഹൈക്കോടതി രൂക്ഷമായ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. അതായത് കൊല്ലത്തുകൂടി പോകാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. ഈ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ നിയമത്തിന് മുകളിലാണ് എന്ന് ധരിക്കരുത് എന്നാണ് ജസ്റ്റിസ് ദേവരാമചന്ദ്രൻ്റെ നിരീക്ഷണത്തിൽ വന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ അതിനെതിരായിക്കൊണ്ട് ചില സൈബർ ഗ്രൂപ്പുകളിലൊക്കെ ഇങ്ങനെ അതായത് ഈ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ ട്രോളിക്കൊണ്ട് അല്ലെങ്കിൽ കുറ്റപ്പെടുത്തിക്കൊണ്ട് സംസാരം സൈബർ സഖാക്കളുടെ ഭാഗത്തുനിന്നുണ്ടാവുകയാണ്. ഇത് കേരളമാണ്, ഇവിടെ ഇങ്ങനെ നടക്കും, ഇത് വേണമെങ്കിൽ നിങ്ങളങ്ങ് സഹിച്ചാൽ മതി, മറ്റു കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരർത്ഥവുമില്ലാത്ത രീതിയിലേക്ക് ഹൈക്കോടതിയെ വരെ വിമർശിക്കുന്ന രീതിയിലേക്ക് ഒരു പോവുകയാണ്. ആരാണ് ഇവർ ഈ റൈറ്റ് കൊടുത്തിരിക്കുന്നത്? നിയമത്തിന് മുകളിൽ എന്താണ് ഇവിടെ ഉള്ളതെന്നൊരു ചോദ്യമല്ലേ? അല്ല, അതിനകത്ത് അവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, പ്രത്യേകിച്ച് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, പിണറായി വിജയൻ്റെ പാർട്ടി എന്നൊക്കെ പറഞ്ഞ് നിയമത്തിനപ്പുറത്തുള്ള സാധനങ്ങളാണ്. അതിപ്പോൾ ഈ കോടതി വിധി പ്രഖ്യാപിക്കുന്ന ജഡ്ജിമാരെയൊക്കെ മനസ്സിലാക്കേണ്ടതാണ്. കാരണം ഇവർ കോടതിക്ക് വളരെ മേലെയാണ്. അതുകൊണ്ടാണ് കേരളത്തിലൊരു സമയത്ത് റോഡ് വക്കിൽ പൊതുയോഗങ്ങൾ പാടില്ല എന്ന് പറഞ്ഞു. ആ റോഡ് വക്കിൽ പ്രകടനങ്ങൾ പറ്റില്ല എന്ന് പറയുന്ന സമയത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇപ്പോഴത്തെ ജില്ലാ സെക്രട്ടറി, കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള MV ജയരാജൻ, അന്ന് അദ്ദേഹം എനിക്ക് തോന്നുന്നു നമ്മുടെ മുഖ്യമന്ത്രിയുടെ മറ്റേ സെക്രട്ടറി എന്തോ ആണ്, പൊളിറ്റിക്കൽ സെക്രട്ടറി എന്തോ ആയിരുന്നു. ആ സമയത്ത് അദ്ദേഹം ഒരു യോഗത്തിൽ പ്രസംഗിച്ചു. അദ്ദേഹത്തിനെതിരായിട്ട് കേസെടുത്തു. അപ്പൊ അദ്ദേഹം പറഞ്ഞു ചില ശുംഭന്മാർ എന്നുള്ള പ്രയോഗം. അപ്പൊ അത് ശുംഭന്മാർ എന്ന് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് കേരള ഹൈക്കോടതിയിലെ ജഡ്ജിമാരെയാണ്. ആ ജഡ്ജിമാരെ അദ്ദേഹം ശുംഭൻ എന്നുള്ള പദപ്രയോഗം എന്ന സമയത്ത് ശുംഭൻ എന്നുള്ള പദപ്രയോഗത്തെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ചില ആളുകൾ ഇടപെട്ടു. വളരെ രസകരമാണ്. കേരളത്തില് ഈ നമ്മൾ ഈ എന്താ ആരോ പറയുന്ന മാതിരി ചില ആളുകൾ സ്വാധീനത്തിന്റെ പുറത്ത് മാത്രം വൈസ് ചാൻസലർമാരാകുന്ന ചില ആളുകളുണ്ട്. അവർക്ക് സത്യത്തിൽ വിദ്യാഭ്യാസം ഉണ്ടാവില്ല. ഇപ്പൊ സംസ്കൃത സർവകലാശാലയിലേക്ക് ചില ആളുകൾ അത്തരത്തിലുണ്ട്. ഇവരെല്ലാവരും ഈ കയ്യും കാലും പിടിച്ചിട്ട് വൈസ് ചാൻസലർ ആവുന്നവരാണ്. ആ തരത്തിൽപ്പെട്ട കയ്യും കാലും പിടിച്ച് വൈസ് ചാൻസലർ ആയിട്ടുള്ള ഒരാള് ശുംഭന്റെ അർത്ഥം കണ്ടെത്തി. ചില ഗുരുക്കന്മാരൊക്കെ അല്ലെ? ചില ഗുരുക്കന്മാരൊക്കെ ഗുരുക്കന്മാരെന്ന് വിളിക്കരുത് കേട്ടോ അവരെ. കാരണം ഗുരുക്കന്മാരെന്നൊക്കെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇരുട്ടിനില്ലായ്മ ചെയ്യുന്നവരാണ് ഗുരു. ഇവര് ഗുരു ഒന്നുമല്ല, ഇവര് ഇരുട്ടുണ്ടാക്കുന്നവരാണ്. ഇവര് ഗുരുവല്ല, രുരുവാണ് ഇവര്. രുരുക്കന്മാരാണ് ഇവര്. ഇവര് ആ തരത്തിൽ ചില ആളുകൾ ശുംഭന് ഒരു വേറെ അർത്ഥം കൽപ്പിച്ചിരുന്നു. നിഘണ്ടുവിൽ ഇല്ലാത്ത അർത്ഥം. നിഘണ്ടുവിൽ പുതിയൊരു പദപ്രവേശ അദ്ദേഹത്തിന്റെ സംഭാവനയായിട്ട് വന്നിരുന്നു. പിന്നെ പിൽക്കാലത്ത് കാണാൻ സാധിച്ചത് അദ്ദേഹം അവിടെ യൂണിവേഴ്സിറ്റിയിൽ വൈസ് ചാൻസലറായി. അതെ, ഇതാണ് ശരിക്ക് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി കൊല്ലത്ത് നിരീക്ഷിച്ചത് പ്രധാനമായിട്ട് കൊല്ലത്ത് സഞ്ചരിക്കാൻ പറ്റുന്നില്ല. ഇത് കൊല്ലത്ത് മാത്രമേ, കണ്ണൂർ എങ്ങനെയായിരുന്നില്ലേ? കണ്ണൂർ ഒരു സമ്മേളനം നടത്തിയത് റോട്ടിലാണ് നടത്തിയത്. ആളുകൾക്ക് സഞ്ചരിക്കേണ്ട സ്ഥലത്ത് അവിടെ ഒരു സ്റ്റേജ് കെട്ടി അവിടെ പൊതുസമ്മേളനം നടത്തുന്നു. ചോദിച്ചു കഴിഞ്ഞപ്പോൾ ജയരാജന്മാരിൽ ഒരാൾ പറഞ്ഞത് അവർക്ക് അപ്പുറത്തെ വഴി കൂടി പോയിക്കൂടിയെന്നാ. ഈ നമ്മൾ ഏത് വഴി കൂടി പോകണം തീരുമാനിക്കുന്നത് കണ്ണൂരിൽ ജയരാജന്മാർ തീരുമാനിക്കും, പിണറായി വിജയൻ തീരുമാനിക്കും, പിണറായി വിജയന്റെ കുടുംബക്കാർ തീരുമാനിക്കും. സാധാരണക്കാരനോ പോലീസിനോ ഇക്കാര്യത്തിൽ യാതൊരു പങ്ക് കരുതലില്ല. സമാനം തന്നെയാണ് കൊല്ലത്ത് നടക്കുന്നത്. കൊല്ലത്ത് സംസ്ഥാന സമ്മേളനം ഇവർക്ക് അറിഞ്ഞൂടെ? ഹൈക്കോടതിക്ക് അറിഞ്ഞൂടെ? ഹൈക്കോടതി അറിയേണ്ട വസ്തുത, അവിടെ സംസ്ഥാന സമ്മേളനം നടക്കുന്നുണ്ടെങ്കിൽ മറ്റുള്ള പൊതുജനത്തിനവിടെ സഞ്ചരിക്കാനുള്ള അവകാശമില്ല. കാരണം കേരളം ഭരിക്കുന്ന ആരാ? മുഖ്യമന്ത്രി ആരാ? പിണറായി വിജയനാണ്. പിണറായി വിജയന്റെ പാർട്ടിയാണത്. ആ പാർട്ടിയുടെ സമ്മേളനം നടക്കുമ്പോൾ ആളുകൾക്ക് അതിൽ കൂടി നടക്കാമോ? നടക്കാൻ പാടില്ലല്ലോ. അവർ നടന്നുകൂടാ. നടന്നു കഴിഞ്ഞാൽ നടപടിയെടുക്കും. അവർ നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാ സ്ഥലത്തും ബോർഡ് വെച്ചത്. ആയിരക്കണക്കിന് ബോർഡ് വെച്ചിട്ടുണ്ട് അവിടെ. റോഡ് മുഴുവൻ കൊടിതോരണങ്ങളാണ്. ചെങ്കടൽ പോലെയാണത് കൊല്ലത്തെ അവർ അങ്ങോട്ട് ആഘോഷിച്ചു കളഞ്ഞത്. അതിന്റെ ചെയർമാൻ എനിക്കൊണ്ട് ബാലഗോപാലിനെ പറ്റുവാണെന്നുണ്ട്. അതിന്റെ പേരിൽ ബാലഗോപാലിന് അവിടെ കൊടിയുയർത്താനുള്ള ഒരു ചാൻസ് ഒക്കെ അവർ കൊടുത്തു, KN ബാലഗോപാലിന്. കാരണം അദ്ദേഹത്തിന് അറിയാത്തൊരു പണിയിലാണല്ലോ അദ്ദേഹം ഇപ്പൊ മന്ത്രിയായിരിക്കുന്നത്, ധനകാര്യ വകുപ്പ് മന്ത്രി. ആ പണി മാത്രം അദ്ദേഹത്തിന് വലിയ നിശ്ചയമില്ല. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന് അറിയാവുന്നൊരു പണി അദ്ദേഹത്തിന് ഏൽപ്പിച്ചു. കൊടിയുയർത്തുന്ന കാര്യത്തിന് നല്ല നിശ്ചയമുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്ത് കൊല്ലം പട്ടണത്തിലെ അക്ഷരാർത്ഥത്തില് ചുവപ്പ് കടലാക്കി മാറ്റി എന്ന് പറഞ്ഞാൽ അവിടെ കൊടിതോരണം കൊണ്ട് ജനജീവിതം സ്തംഭിപ്പിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. അതവിടെ മാത്രമല്ലെന്നേ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സ്വാധീനമുള്ള എല്ലാ സ്ഥലങ്ങളിലും, തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് എടുത്തു നോക്ക്, എറണാകുളത്ത് മഹാരാജാസ് കോളേജ് എടുത്തു നോക്ക്, തലശ്ശേരിയിൽ ബ്രണ്ണൻ കോളേജ് എടുത്തു നോക്ക്,
ഈ പറയുന്ന കോളേജുകളുടെ കവാടത്തിലെല്ലാം തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പാർട്ടി ഓഫീസിലേക്ക് പോകുന്നതാണ് നമ്മൾ ധരിച്ചു പോവും. അവിടെയുള്ള പില്ലറുകളൊക്കെ ചുമന്ന പെയിന്റ് വെച്ചിട്ട് അടിച്ചങ്ങ് ഫിറ്റ് ചെയ്തിരിക്കുകയാണ്. SFIയുടെ സ്വാഗതം എന്ന് പറഞ്ഞ് എഴുതി വെച്ചിരിക്കുകയാണ്. അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവർക്ക് സ്വാധീനമുണ്ടെന്ന് തോന്നുന്ന സ്ഥലങ്ങളിലൊക്കെ അവരിത്തരം വിക്രസുകൾ ചില ചെയ്യാറുണ്ട്. ഇപ്പോൾ സംസ്ഥാന സമ്മേളനം നടക്കുമ്പോൾ അവിടെ വേറെ ആരും പോവില്ല, അതിൽ കൂടി കോൺഗ്രസ്സുകാരൻ പോവില്ല, അതിൽ കൂടി കമ്മ്യൂണിസ്റ്റ് BJP-കാരൻ പോവില്ല. അവിടെ കൂടി പോകുന്നതിനൊക്കെ കമ്മ്യൂണിസ്റ്റുകാരനാണ്. അഥവാ പോകുന്ന ആളുകളെ എങ്ങനെ നേരിടണം എന്നുള്ളവരും ഇവർക്കറിയാം, നല്ല നിശ്ചയമുണ്ട്. ജഡ്ജിമാർ ആ ഭാഗത്തേക്ക് കൂടി പോകാൻ പാടില്ലായിരുന്നു. അഥവാ ഏതെങ്കിലും ജഡ്ജി പോയിട്ടുണ്ടെങ്കിൽ അവർ ശുംഭൻ എന്നാണോ വേറെ വല്ല പദപ്രയോഗം ഉണ്ടോ എന്നുള്ളവരും ഏതെങ്കിലും യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ അവർക്കൂടി പറഞ്ഞു കൊടുത്തേക്കാം. അവർ ആ പദപ്രയോഗം നടത്തിക്കളയും. അപ്പം അങ്ങനെയൊക്കെ വിളിച്ച് ആക്ഷേപിക്കുവാനുള്ള കരുത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിട്ടുണ്ട്. ഇത് കേരളത്തിൽ മാത്രം പ്രശ്നമല്ല കേട്ടോ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്വാധീനം ഉണ്ടായിരുന്ന എല്ലാ സ്ഥലത്തും ഇതാണ്. കേരളത്തിൽ അത്ര ആയിട്ടില്ലല്ലോ. കുറച്ചും കൂടിയൊക്കെ സ്വാധീനം വന്നാലേ ഈ പറയുന്ന കൊടിതോരണങ്ങൾ മാത്രമല്ല കിട്ടുക. ഇദ്ദേഹത്തിന്റെ ഒരു പുസ്തകമുണ്ട്, P. കേശവദേവിന്റെ കമ്മ്യൂണിസ്റ്റ് വധേന്ദ്ര എന്ന പുസ്തകത്തിന്റെ പേര്. അതിനകത്ത് സ്റ്റാലിന്റെ ഭരണഘടന ഉണ്ടാക്കി. ആ ഭരണഘടന ഉണ്ടാക്കിയത് 21 അംഗങ്ങളുള്ള ഒരു കമ്മിറ്റിയാണ് ഉണ്ടാക്കിയത്. 15 പേര് അങ്ങോട്ട് പുള്ളി കൊന്നുകളഞ്ഞു പരിപാടി കഴിഞ്ഞപ്പോൾ. അപ്പൊ എൻ്റെ ആശങ്കയുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ശക്തി ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ കൊടിതോരണം കെട്ടുന്നവനെ അടക്കം അവർ ചിലപ്പോൾ അവനെ കാലവരിക്ക് അയക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മടിക്കില്ല. അങ്ങനെയാണ് അവരെല്ലാ ദിക്കിലും ചെയ്തിരിക്കുന്നത്. സകല സ്ഥലത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്തിരിക്കുന്നത് അവർ കൊടിതോരണങ്ങൾ കെട്ടലോ ബോർഡ് വെക്കലോ മാത്രമല്ല, ആ ബോർഡ് വെക്കുന്ന ആൾക്കെതിരായിട്ട് കേസ് വന്നാൽ അവൻ്റെ കാര്യം കട്ടപ്പുകയാണ്. അവനെ കാലവരിക്ക് അയക്കുന്ന കാര്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടി തീരുമാനിക്കും. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ ഇന്നിപ്പോൾ ഇവിടെ പ്രതീക്ഷിക്കുന്ന ഒരു ജനാധിപത്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കില്ല. എല്ലാം ജനാധിപത്യ വിരുദ്ധമായിട്ട് കോടതികളെ അവർക്ക് വിശ്വാസമില്ലപ്പാ. ഇവർക്ക് എന്നാ കോടതിയിൽ വിശ്വസിക്കാൻ തുടങ്ങിയത്? അവർക്ക് വിശ്വാസമില്ലാത്തതുകൊണ്ട് കോടതി പറയുന്ന വിധികളൊന്നും അവർ ബാധിക്കാറില്ല, അതൊന്നും അവരെടുക്കാറില്ല. അവർക്ക് ഇഷ്ടമുള്ള പോലെ ഒരു കൊടി കിട്ടും, അവർക്ക് ഇഷ്ടമുള്ള പോലെ ഒരു തോരണം കിട്ടും, അവർക്ക് ഇഷ്ടമുള്ള പോലെ ഒരു ബോർഡുകൾ വെക്കും. അതൊന്നും ചോദ്യം ചെയ്യാനായിട്ട് ഇവിടുത്തെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും സാധിക്കുന്നില്ല. അതൊന്നും ചോദ്യം ചെയ്യാനായിട്ട് നിയമപാലകർക്ക് സാധ്യമല്ല. അവിടെ പോലീസുകാരൊക്കെ ഇവർക്ക് കാവൽ നിൽക്കുകയായിരിക്കുമല്ലോ. പിണറായി വിജയന് കാവല്, KN ബാലഗോപാലിന് കാവല്, അല്ലെങ്കിൽ വീണ ജോർജിന് കാവല്. ഈ കാവല് നിൽക്കുന്ന ചില DGPയും പോലീസ് ഉദ്യോഗസ്ഥന്മാരും അല്ലാതെ കണ്ട് നട്ടലിന് ഉറപ്പുള്ള ഏതെങ്കിലും പോലീസുകാർ അവിടെ ഉണ്ടോ? ഇല്ലല്ലോ. ഒരു പോലീസുകാരൻ അവിടെ ഇല്ലപ്പാ. നട്ടലില്ലാത്ത പോലീസുകാരാണുള്ളത്. അതുകൊണ്ട് കോടതി പറഞ്ഞാലും നിരീക്ഷണം മാത്രമായിട്ട് വരികയും അതിനകത്ത് നടപടി ഉണ്ടാകും എന്നെനിക്ക് യാതൊരു പ്രതീക്ഷയില്ല. അവർക്ക് ഇഷ്ടമുള്ള മാതിരി ചെയ്യും. കാരണം അവർ പറയുന്നത് അവിടെ കുറച്ചുകൂടി കർശനമായിട്ട് ഹൈക്കോടതിക്ക് ചില അധികാരങ്ങൾ പ്രയോഗിക്കാൻ കഴിയുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വേണമെങ്കിൽ ഈ പറയുന്ന പോലെ ചീഫ് സെക്രട്ടറിയെ വരെ വിളിച്ചു വരുത്തിയിട്ട് ഉത്തരം പറയിക്കാനുള്ള അധികാരം വരെ ഹൈക്കോടതിക്കുണ്ട്. പക്ഷെ അത്തരത്തിലേക്ക് ഹൈക്കോടതി പോയിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കണ്ട എന്ന് ഹൈക്കോടതി വിചാരിക്കുമ്പോൾ ആ ഹൈക്കോടതിയെ വരെ ഒരു മര്യാദയുമില്ലാതെ ട്രോളുന്ന രീതിയിലേക്ക് ഇവരുടെ അണികൾ പോകുന്നു എന്നുള്ളിടത്താണ്. അല്ല, ഇവർ അണികളെ കൊണ്ട് ജയിക്കുന്നവരാണ്. അത് MV മഷ അടക്കമുള്ളവരാണ്. ഇവരെ ഈ പറയുന്ന എന്ത് പോരാളിയാണ്? പോരാളി ഷാജി. ഈ തരത്തിലുള്ള ഇവരുടെ ചില ആളുകളുണ്ട്, പെയ്ഡ് സ്റ്റാഫ് ഉണ്ട്. അവരതൊക്കെ വിളിച്ചു പറയുന്നതാണത്. അത് വ്യാപകമായിട്ട് കമ്മ്യൂണിസ്റ്റുകാര് അതിനകത്ത് ഷെയർ ചെയ്യും. ഇവർ കൊടുക്കുന്ന ടിപ്സ് ആണല്ലോ അത്. ആ ടിപ്സ് കോടതിയാണെങ്കിൽ അവർ വിമർശിക്കും. പഴയ കാലത്ത് വിമർശിച്ചിരുന്നല്ലോ. ശുംഭൻ എന്ന് വിളിച്ച് ജയരാജനെതിരായിട്ട് കേസ് ചർച്ച സമയത്ത് ആ ജഡ്ജി ഇവർ വിമർശിച്ചിരുന്നു. ഒന്നും ചെയ്യാൻ സാധ്യമല്ല. കാരണം അപ്പം ഇവർ പറയുന്നത് ഇത് കേരളമാണ്, കേരളത്തിൽ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യും. ഈ തരത്തിൽപ്പെട്ട ഒരു അധികാര ഗർവെന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ഇതൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഗർവ് തന്നെയാണ്. ഒരു തരത്തിലും ഒരു സ്ഥലത്തും അത് അംഗീകരിക്കേണ്ട വസ്തുതയല്ല. എല്ലാ സ്ഥലത്തും ജനാധിപത്യ സംവിധാനങ്ങൾ അനുസരിച്ചിട്ട് നിയമത്തിൻ്റെ ചട്ടക്കൂടുകൾ ഒതുങ്ങിന്നുകൊണ്ട് വേണം രാഷ്ട്രീയ പാർട്ടികൾ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട്. ഇതൊന്നും ഒരിക്കലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് ബാധകമല്ല എന്നുള്ളവരും അവസാനത്തെ സംസ്ഥാന സമ്മേളനം നടക്കുന്ന കൊല്ലത്തും അവർ തെളിയിച്ചു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. തീർച്ചയായിട്ടും.